അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 19 അധ്യായം 21 വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. സദൃശവാക്യങ്ങൾ എഴുതിയത് ദാവീദിൻ്റെ മകനായ ശലോമോനാണ്. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു എന്ന് 1 രാജാക്കന്മാർ 4 അധ്യായം 29 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സഹോദരനും ദാവീദിന് ഹഗ്ഗീത്തിൽ ജനിച്ചവനുമായ അദോനിയാവ് ദാവീദിൻ്റെ സിംഹാസനം കരസ്ഥമാക്കുവാൻ വളരെ അധ്വാനിച്ചെങ്കിലും ആ അധ്വാനങ്ങൾക്ക് ഫലം കണ്ടില്ല. കാരണം ദാവീദ് തൻ്റെ ദൈവഭയത്താൽ ബത്ശേബയോട് യഹോവ നാമത്തിൽ അവളുടെ മകനായ ശലോമോനെ തൻ്റെ പിൻവാഴ്ചക്കാരനാക്കാമെന്ന് സത്യം ചെയ്തിരുന്നു. തന്നെയുമല്ല, ശലോമോൻ തനിക്ക് വേണ്ടി ഒരു ആലയം പണിയുമെന്ന് ദാവീദിനോട് യഹോവ പറയുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, മറ്റ് അനവധി മക്കൾ ദാവീദിന് ഉണ്ടായിരുന്നെങ്കിലും ശലോമോന് തൻ്റെ അപ്പൻ്റെ സിംഹാസനം യഹോവയാൽ ലഭിക്കാനിടയായി. അധികാരം ലഭിച്ച നാളുകളിൽ വളരെ ഭയഭക്തിയോടെ ദൈവവുമായി കൂട്ടായ്മ ആചരിച്ചെങ്കിലും അധികാരം ശലോമോനെ ദൈവത്തിൽ നിന്നും അകറ്റി. തുടക്കം തന്നെ ദൈവവചനം ലംഘിച്ചുകൊണ്ടാണ് ശലോമോൻ തൻ്റെ ഭരണം തുടങ്ങിയത്. കാരണം അവൻ്റെ അമ്മ ഹിത്യ സ്ത്രീയായിരുന്നു. ന്യായപ്രമാണവുമായി ആ സഹോദരിക്ക് എത്രമാത്രം ബന്ധമുണ്ടെന്ന് നമുക്കറിയില്ല. ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യ ആയിരുന്നുവല്ലോ ബത്ശേബ. ചുരുക്കി പറഞ്ഞാൽ, തൻ്റെ പിതാവ് ദൈവഭക്തനായിരുന്ന ദാവീദായിരുന്നെങ്കിലും ഹിത്യ സ്ത്രീയായ ബത്ശേബയിൽ നിന്നും ദാവീദിന് ജനിച്ച ശലോമോനിൽ തൻ്റെ അമ്മയായ ഹിത്യ സ്ത്രീയുടെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നു. ഹിത്യരുടെയും ഇസ്രയേലിയരുടെയും ആരാധനയിലും പ്രമാണങ്ങളിലും വ്യത്യാസമുണ്ട്. ബത്ശേബ യഹൂദ മത അനുസാരിയായിരുന്നിരിക്കാം, കൃത്യമായി നമുക്കറിയില്ല. എങ്കിലും ശലോമോൻ അല്പാൽപ്പം യഹോവയിൽ നിന്നും അകലുവാൻ തുടങ്ങി. തന്നെയുമല്ല, ഫറവോൻ്റെ മകളെ തന്നെ ശലോമോൻ വിവാഹം കഴിച്ചു. ഇസ്രയേൽ കന്യകയെ മാത്രമേ ഇസ്രയേൽ രാജാവ് വിവാഹം കഴിക്കാവൂ. ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി രാജാവ് കൈവശം വയ്ക്കണം. അതിന് പ്രകാരം ഇസ്രയേൽ രാജാവ് ജീവിക്കണം. അനവധി ഭാര്യമാർ ഇസ്രയേൽ രാജാവിന് ഉണ്ടാകരുത്. കുതിരകൾ അനവധി ഉണ്ടാകരുത്. വെള്ളിയും പൊന്നും അനവധി ഉണ്ടാകരുത്. എന്നിപ്രകാരമുള്ള ന്യായപ്രമാണത്തിലെ നിയമങ്ങളെല്ലാം ശലോമോൻ കാറ്റിൽ പറത്തി. ശലോമോൻ 700 വെപ്പാട്ടികളും 300 കുലീന പത്നികളും ഉണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും അവൻ അനവധി സ്വരൂപിച്ചു. അനവധി കുതിരകളെ മിസ്രയീമിൽ നിന്നും ശേഖരിച്ചു. ഇതെല്ലാം ന്യായപ്രമാണത്തിന് എതിരായിരുന്നു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ ശലോമോൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. അവൻ വീഞ്ഞിൽ ആകർഷനായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സ്ത്രീജനങ്ങളിൽ അവൻ ആകർഷനായിരുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ താല്പര്യം കാണിച്ചില്ല. എന്നാൽ തൻ്റെ ഭാര്യമാരെ പ്രസാദിപ്പിക്കുന്നതിൽ വലിയ ഉത്സാഹിയായിരുന്നു അവൻ. ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും അവൻ സമയം കണ്ടെത്തി. തനിക്ക് തൻ്റെ അപ്പൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ സഹായം ചെയ്ത ദൈവത്തെ കണ്ടെത്തുന്നതിൽ അവൻ പരാജയപ്പെട്ടു. അനന്തരഫലമോ, തൻ്റെ ഭാര്യമാർ അവനെ വശീകരിച്ച് ദുർഭൂതങ്ങളെ ആരാധിക്കുവാൻ കൊണ്ടുപോവുകയും ദുർഭൂതങ്ങളെ ശലോമോൻ ആരാധിക്കുകയും ചെയ്തു. ശലോമോൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ടായിരുന്നു. അനേകം പദ്ധതികൾ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അവൻ ശുശ്രൂഷ ചെയ്യാതിരുന്നതിനാൽ അവൻ തൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്തു. 12 ഗോത്രങ്ങളിൽ ശലോമോൻ ഭരിച്ചിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് യഹോവയുടെ ഉപദേശപ്രകാരം ശലോമോൻ ജീവിക്കാതിരുന്നതിനാൽ തൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്ത് ശലോമോൻ്റെ ദാസനായിരുന്ന യൊരോബയാം 10 ഗോത്രം യഹോവയാൽ പിടിച്ചെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവവചനം അനുസരിച്ചാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന ചിന്ത സാത്താൻ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ ശ്രമിച്ചാലും ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ടെങ്കിലും യഹോവയുടെ ആലോചനയെ നിവൃത്തിയാകൂ. തനിയുമല്ല, യെശയ്യാ പ്രവചനം 46 അധ്യായം 10 വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് എൻ്റെ ആലോചന നിവൃത്തിയാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശലോമോൻ്റെ പിതാവായ ദാവീദ് യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 13 അധ്യായം 33 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ദാസനായ ദാവീദ് നിമിത്തം ശലോമോൻ്റെ കാലത്ത് ദൈവം 10 ഗോത്രത്തെ ശലോമോനിൽ നിന്നും
മാറ്റിയില്ല. 12 ഗോത്രവും ശലോമോൻ ഭരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, എത്ര പ്രതികൂല സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ വചനം അനുസരിക്കുന്നതിൽ ഉപേക്ഷ കാണിക്കരുത്. കാരണം വചനം പോലെ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. തൻ്റെ വചനം 1000 തലമുറ വരെ ഓർത്തിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. ആയതിനാൽ നമുക്കും ദാവീദിനെ പോലെ നമ്മുടെ തലമുറകളുടെയും നമ്മുടെയും ഭൗതിക നന്മകൾക്കും നിത്യജീവൻ അവകാശികളായി തീരുവാനും ദൈവം ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം. കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ തന്നെ ജീവിച്ച് നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പോലെ ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന ജനത്തെ അങ്ങ് രക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.